തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. കെ മുരളീധരനാണ് യുഡിഎഫിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. വലിയ ഒരു തന്ത്രപരമായ നീക്കം, കെ എസ് ശബരിനാഥനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം, എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങള് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50ഓളം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഘടകകക്ഷികളുടെ ചർച്ച പൂർത്തിയാവാനുണ്ട്. അതിൽ RSP, കേരള കോൺഗ്രസ്, ജയിക്കബ് വിഭാഗമായിട്ടുള്ള CMP 3 പേരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. ഇനി മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള പൂർത്തിയാക്കാനുണ്ട്. അത് ഇന്ന് പൂർത്തീകരിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രാഥമിക പട്ടിക ഞങ്ങൾ പുറത്തിറക്കും, അല്ലെങ്കിൽ നാളെ എന്തായാലും പുറത്തു വരും. അപ്പൊ ഈ താങ്കളെ ഒരു 101 മണ്ഡലങ്ങളുടെ വാർഡുകളിലൂടെ ഒരു യാത്ര അടുത്ത ദിവസം അത് നാളെ മുതൽക്ക് യാത്ര ആരംഭിക്കുകയാണ്. 101 വാർഡുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള സമ്മേളനങ്ങളും ജാഥകളുമാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ഈ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസ് UDF അധികാരത്തിൽ വരണം. ആ വാശിയിലാണ് ഞങ്ങൾ മുന്നേറുന്നത്. കൂടുതൽ നിയമസഭാ സാമാജികരായിരുന്നവർ ഈ മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഇപ്പൊ ശബരിയുടെയാണ് കൺഫേം ആയിട്ടുള്ളത്. വളരെ നന്ദി. അത്തരത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. കെ മുരളീധരനാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ഈ കഴിയുമെങ്കിൽ പ്രാഥമിക പട്ടിക പുറത്തിറക്കാനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, News 18.